ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്ത്. വൻ സാമ്പത്തിക ബാധ്യതയിലാണ് ആത്മഹത്യ. 4 കത്തുകൾ പ്രധാന നേതാക്കൾക്ക് നൽകി. വയനാട് DCC ട്രഷറർ ബത്തേരി അർബൻ ബാങ്കിലെ നിയമന തട്ടിപ്പിൽ നേതാക്കൾ പണം പങ്കുവച്ചു. കത്തിൽ IC ബാലകൃഷ്ണന്റെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുകൾ. വൻ സാമ്പത്തിക ബാധ്യതയാലാണ് ആത്മഹത്യയെന്ന് കുറിപ്പ്. IC ബാലകൃഷ്ണന്റെ താല്പര്യപ്രകാരം മറ്റൊരാളെ നിയമിക്കാൻ മകനെ ബാങ്കിലെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അർബൻ ബാങ്കിൽ 65 ലക്ഷം ബാധ്യത തനിക്കുണ്ടെന്ന് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ്. ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും വൈകാരികമായ പരാതി. തൻ്റെ പേരിൽ അർബൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബാധ്യത തീർത്തു. IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പണം വാങ്ങിയെന്നാണ് വെളിപ്പെടുത്തൽ. പണം തിരിച്ചു നൽകാൻ IC ബാലകൃഷ്ണൻ തയ്യാറായില്ല. KPCC പ്രസിഡന്റിന് മരണക്കുറിപ്പായി എഴുതിയ കത്താണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു. 4 കത്തുകൾ പ്രധാന നേതാക്കൾക്ക് നൽകി. വയനാട് DCC വൻ സാമ്പത്തിക ബാധ്യതയിലാണ് ആത്മഹത്യയെന്നാണ് ഇപ്പോൾ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ്. ബത്തേരി അർബൻ ബാങ്കിലെ നിയമന തട്ടിപ്പിൽ നേതാക്കൾ പണം പങ്കുവച്ചു. കത്തിൽ IC ബാലകൃഷ്ണന്റെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുകൾ. വൻ സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്നുവെന്ന് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ്. IC ബാലകൃഷ്ണന്റെ താല്പര്യപ്രകാരം മറ്റൊരാളെ നിയമിക്കാൻ മകനെ ബാങ്കിലെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അർബൻ ബാങ്കിൽ 65 ലക്ഷം ബാധ്യത തനിക്കുണ്ട്. ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും NM വിജയൻ. തൻ്റെ പേരിൽ അർബൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബാധ്യത തീർത്തു. IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പണം വാങ്ങിയെന്ന് വെളിപ്പെടുത്തൽ. പണം തിരിച്ചു നൽകാൻ IC ബാലകൃഷ്ണൻ തയ്യാറായില്ല. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തിൻ്റെ പകർപ്പും NM വിജയൻ അയച്ചു. IC ബാലകൃഷ്ണൻ MLA വിവിധ ബാങ്കുകളിലെ നിയമനത്തിന് പണം വാങ്ങി. ഇതെല്ലാം KPCCക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ അനൂപ് ചേരുകയാണെന്ന് വയനാട്ടിൽ നിന്നും. അനൂപ്, വളരെ ഞെട്ടിക്കുന്ന വാർത്ത. KPCC അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പ്. പണം വാങ്ങിയത് KPCC അധ്യക്ഷൻ അടക്കം അറിയാം. IC ബാലകൃഷ്ണൻ പറഞ്ഞാണ് നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയത്. ആത്മഹത്യ ബാധ്യത മൂലമാണ്. അർബൻ ബാങ്കിൽ മാത്രം 65 ലക്ഷം രൂപ തനിക്ക് ബാധ്യതയുണ്ടെന്ന് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ്. എന്തൊക്കെയാണ് ഇപ്പോൾ NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? അനൂപ്, സിജു, യെസ് വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതിൽ ഏറെ നിർണായകമായ ചില കാര്യങ്ങൾ പുറത്തു വരുന്നു. നേരത്തെ തന്നെ അദ്ദേഹം ചില കത്തുകൾ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോഴത് പുറത്തു വരികയാണ്. ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളാണ് അതിലുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ വലിയ സാമ്പത്തിക ബാധ്യത NM വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നൽകുന്ന വാർത്തകൾ പോലെ തന്നെ ആ വിധത്തിൽ വലിയ ബാധ്യത, സാമ്പത്തിക ബാധ്യത, ഈ സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ ബത്തേരിയിലെ വിവിധ സഹകരണ ബാങ്ക് നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നും ഈ കത്തിൽ പറയുന്നു. ഇതിലെല്ലാം മുൻ DCC പ്രസിഡന്റ്, പ്രത്യേകിച്ച് IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ND അപ്പച്ചൻ തുടങ്ങിയ ആളുകളുടെ പേരുകളെല്ലാം, KL പൗലോസ് തുടങ്ങിയ ആളുകളുടെ പേരുകളെല്ലാം ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. മക്കൾക്ക് ഈ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് യാതൊന്നും അറിയില്ല എന്ന നിർണായകമായ വിവരം കൂടി ഈ കത്തിലുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഈ പണമിടപാടുകളെല്ലാം തന്നെ ഈ ബത്തേരി സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള നടത്തിയ നേതാക്കൾക്ക് പിരിച്ചു നൽകിയ പണത്തിൻ്റെ വിവരങ്ങളാണ് ഈ കത്തിൽ പറയുന്നത്. ആ പണം തിരികെ നൽകാൻ നിരന്തരം താൻ ആവശ്യപ്പെട്ടിട്ടും നേതാക്കൾ അതിന് തയ്യാറായില്ല. അതേ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യതയിലായി താനെന്നും പിന്നീട് താൻ സ്വകാര്യ വായ്പകളും മറ്റു പണങ്ങളും ശേഖരിച്ചാണ് ഈ പല ബാധ്യതകളും തീർത്തതെന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ കത്തിൽ പുറത്തു